മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ വഴിപിരിഞ്ഞവർ ഒന്നിക്കുന്ന അപൂർവ കാഴ്ചയാണിപ്പോൾ കാണുന്നത്. 2 പതിറ്റാണ്ടിന് ശേഷം രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഒന്നിച്ച് ഒരു വേദിയിലെത്തി. പിണങ്ങി നിന്ന കുടുംബാംഗങ്ങളുടെ സംഗമം യാദൃച്ഛിക സംഗമം എന്നതിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പടയൊരുക്കമായാണ് ആവാസ് മറാഠ വിക്ടറി റാലിയെ നിരീക്ഷകർ കാണുന്നത്. 2 പതിറ്റാണ്ടിനു ശേഷം മറാഠ രാഷ്ട്രീയത്തിൽ മറ്റൊരു ട്വിസ്റ്റ്. മഹാരാഷ്ട്ര സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ നിന്ന് ഹിന്ദി ഭാഷാ നയം പിൻവലിച്ചതിനെ തുടർന്ന് നടത്തിയ മെഗാ വിജയ സമ്മേളനത്തിലാണ് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയും നവനിർമ്മാൺ സേനാ നേതാവ് രാജ് താക്കറെയും വേദി പങ്കിട്ടത്. പഴയ വൈര്യം മറന്ന് രാജ് ഉദ്ധവ് താക്കറെമാരും കുടുംബാംഗങ്ങളും സഖ്യ പാർട്ടി നേതാക്കളും ഒരേ വേദിയിലെത്തിയപ്പോൾ അണികളും വൈര്യം മറന്നു, ഇളകി മറിഞ്ഞു. തങ്ങളുടെ പ്രസംഗത്തെക്കാളേറെ പ്രധാനപ്പെട്ടതാണ് ഇത്തരമൊരു വേദിയെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു. 2005-ൽ മാൽവാൻ അസംബ്ലി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചെത്തിയത്. ഇതേ വർഷം തന്നെയാണ് രാജ് താക്കറെ ശിവസേന വിട്ടതും. പിന്നാലെ 2006-ൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള ഈ കൂടിച്ചേരൽ വളരെ നിർണായകമാണ്. മറാഠിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലെന്ന് ഇരുവരും വ്യക്തമാക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചു തന്നെയാണ് ശക്തി വർദ്ധിപ്പിച്ചുള്ള ഈ ഒത്തുചേരൽ. മറാഠി ജനതയുടെ ശക്തമായ ഐക്യം കാരണമാണ് ത്രിഭാഷാ നയത്തിൽ നിന്നും മഹാരാഷ്ട്ര സർക്കാർ പിന്മാറിയതെന്ന് രാജ് താക്കറെ പറഞ്ഞു. BJP മുന്നണിക്ക് വിധാൻ ഭവനിലും തങ്ങൾക്ക് തെരുവുകളിലും അധികാരമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ഇരുവരുടെയും ഒത്തുചേരൽ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, News 18.